കൂട്ടുകാരി ഹായ് കൂട്ടുകാരി. അപ്പോൾ അപ്പോൾ പാലൊക്കെ കറന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പശുക്കളും പോത്തുകളൊക്കെ ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടാ നമ്മുടെ പശുക്കളും പോത്തുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ബക്കറ്റിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്. വേണ്ട പരുത്തിട്ടുണ്ടാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളത്തിലിടാൻ കടലപ്പിണ്ണാക്കുന്നുണ്ട്. വെള്ളം അതിൽ പോരാട്ടോ, കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർന്ന് വയ്ക്കണം. അതിപ്പോൾ പരുത്തിപ്പിണ്ണാക്കല്ല നമ്മൾ തവിട് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. പരുത്തിപ്പിണ്ണാക്ക് അത് നമ്മൾ പശുവിനെ അപ്പുറത്തുകൊണ്ട് കെട്ടുമ്പോൾ കിട്ടുന്ന കയറാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ തവിടിൻ്റെ സെക്ഷൻ കേട്ടോ. ഉണ്ടോ പരുത്തിപ്പിണ്ണാക്കൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കുതിർന്നിട്ട് വേണം കലക്കാൻ കേട്ടോ. കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാലും കൊണ്ട് പോവാണ് കേട്ടോ. ശരി. ഇപ്പോൾ പാലും കൊണ്ട് ഇറങ്ങി കേട്ടോ. ഞാനൊന്നും പോകുന്നില്ല, ഒത്തിരി കുക്കിംഗ് പരിപാടി ഉണ്ട്. നമ്മൾ അപ്പോൾ പാലൊക്കെ കൊടുത്തു വന്നിട്ട് ഇതാ പശുവിനെയും പോത്തിനെയും കഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ വെള്ളമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ അപ്പോൾ പാലൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഇതാ അവിടെ പോത്തിനെയും പശുവിനെയൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഈ വഴിക്കാണ് വിട്ടിരിക്കുന്നുണ്ട്. അവിടെ ഫുൾ കുളം പോലെ ഫുള്ള് നിറഞ്ഞിരിക്കുന്നതാ. കുട്ടിപ്പശു അമ്മ പശുവൊക്കെ നിൽക്കുന്നുണ്ട്. രണ്ട് വെള്ളം നോക്ക് ഏതുവരെ സ്പ്രെഡായി നോക്കൂ. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കറിയാം ആ കുഴിയിൽ മാത്രമുണ്ട്. ഇന്നിപ്പോൾ ഈ കുഴി ഫുള്ളും വെള്ളമായി. പാലൊക്കെ കൊടുത്തു വന്നിട്ട് പശുവിനെ അവിടുത്തെ പറമ്പിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ പോത്തുകളിനെ അയച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ ഇവിടെ മേയാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവർ തിന്നുന്നത് ഈ വെള്ള നിറത്തിലുള്ള ഈ ചെടിയില്ലേ, ഈ ചെടീൻ്റെ ഈ പുല്ലാണ് കേട്ടോ. ഇവിടെ നന്നായി കിളിർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട അവിടെ നിറയുണ്ട് കേട്ടോ. അപ്പോൾ അവരത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ മിക്കൂസിൻ്റെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേവന്മാർ കണ്ട കടിച്ച് കുറച്ചൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന്മാർ തിന്നട്ടെ. ഫോട്ടോഷൂട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ നമ്മൾ വിൽക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പൈസ വിലയൊത്തു വരുന്നില്ല. അതാണ് സംഭവം. കാരണം നമുക്ക് പശുവും പോത്തും രണ്ടും കൂടെ നോക്കൽ ഇത്തിരി ടാസ്ക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈക്കോല് കിട്ടാനില്ല, അതാണ് മെയിൻ പ്രശ്നം. പുല്ലും ഇല്ലല്ലോ ഇപ്പോൾ, കാരണം പാടത്തൊന്നും പുല്ലാവാത്തതുകൊണ്ട് പുല്ലുമില്ല. ഈ മേഞ്ഞ് കിട്ടുന്ന പച്ചപ്പ് മാത്രമേ ഉള്ളൂ ടവന്മാർക്ക്. അതുപോലെ തന്നെ നമ്മുടെ പശുക്കൾക്കും മേയാൻ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. കണ്ടമൊക്കെ ഫുള്ളും നടിയിലൊക്കെ കഴിഞ്ഞ് പോട്ടിലൊക്കെ കഴിഞ്ഞിട്ട് വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വരമ്പൊക്കെ കണ്ട ഫുള്ള് അവർ പുല്ലൊക്കെ ചെത്തി ക്ലീനാക്കി ഇട്ടതുകൊണ്ട് 2 മാസമൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പുല്ല് കിളിർത്ത് വരുള്ളൂ കേട്ടോ. അതുവരെ അവർക്ക് ഈ കാണുന്ന ചെടി മെലയൊക്കെ തന്നെയാണ് തീറ്റയായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അമ്മേൻ്റെ കൂടെ ഞാനും എത്തിയിട്ടുണ്ട്. അത് അവർ രണ്ടാളും അവിടെയും നിൽക്കുന്നുണ്ട്, ഇവൻ ഇവിടെയും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പാലൊക്കെ കറന്ന് കുളിയൊക്കെ കഴിഞ്ഞ് മിക്കൂസിനുള്ള വെള്ളവും കഴിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടാട്ടാ വന്നത്. മിക്കൂസിന് രാവിലെ കോറദോശയാണ് കൊടുത്തത്. അപ്പോൾ കോറദോശയൊക്കെ കൊടുത്ത് വന്നപ്പോൾ നമുക്ക് കുറച്ച് നേരം നിൽക്കാമല്ലോ എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ വിശന്ന് കഴിഞ്ഞാൽ വേഗം പോകും കേട്ടോ. മിക്കൂസിൻ്റെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. മിക്കു വേണ്ട ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ടാണ് നിൽക്കണത്. നിന്നിട്ടുള്ള ഫോട്ടോസ് മതി എന്നാണ് പറയണത്. ഒരു ചെരുപ്പും കൂടി ഇട്ട് കൊടുക്ക്. എന്താ അതിൻ്റെ കയറ് കുടുങ്ങിയ പൂലല്ലോ ഇല്ല മെയ്യുന്നുണ്ട്.